Hi friends, welcome to Pradapjit. Realme 6 Pro എന്നൊരു ഫോൺ അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. Realme 6 നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഈ ഒരു വീഡിയോയിൽ Realme 6 Proയെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട്? Realme 6 നിന്ന് എത്രത്തോളം വ്യത്യസ്തമാണ്? അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് Realme ഫോണുകൾ Poco X2 അങ്ങനെയുള്ള ഫോണുകളുടെ ഇടയിലേക്കാണ് ഈ Realme 6 Pro വന്നിരിക്കുന്നത്. സാധാരണ 5 Pro ഒക്കെ നമ്മൾ നോക്കിയാൽ 5 Pro 10000 താഴെയാണ്. ഇത് 10000യുടെ മുകളിലാണ്. Realme Xഉം XTയും X2 ഒക്കെ നിൽക്കുന്ന ആ റേഞ്ചിലാണ് 6 Pro കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. ഇവരുടെ ഒരു സംസ്ഥാനം അനുസരിച്ച് ഇവർ പറയുന്നത് Realme 6 എന്ന ഫോൺ Realme 5 Pro എന്ന ഫോണിൻ്റെ അപ്ഡേറ്റ് ആണ്. Realme 5ൻ്റെ ആയിരുന്നില്ല. അതേപോലെ തന്നെ ഈ 6 Pro എന്ന് പറയുന്ന ഫോൺ Realme X എന്ന ഫോണിൻ്റെ അപ്ഡേറ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് 5 Proയുടെ അപ്ഡേറ്റ് അല്ല 6 Pro. എന്താണ് ഈ ഒരു നെയിമിങ്ങിൻ്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും 6 Pro ഈ Xൻ്റെയും XTയുടെയും X2ൻ്റെയും ഇടയിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട്, അത്ര വലിയൊരു അപ്ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു എന്നുള്ള കാര്യം നിങ്ങൾ തന്നെയാണ് കമൻറ്റായിട്ട് ഷെയർ ചെയ്യേണ്ടത്. എന്നാലും ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയാം. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഡിസൈൻ Gorilla Glass 5ൻ്റെ ഡിസൈനാണ്. അതിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയ ഒരു ഡിസൈനാണ്. യൂഷ്വലായിട്ട് ഇവിടെ ഇറങ്ങുന്ന എല്ലാ ഫോണും ഇപ്പോൾ ആ ഒരു ഡിസൈനൊക്കെ തന്നെയാണ്, ആ പ്രൊട്ടക്ഷനൊക്കെ തന്നെയാണ് നിങ്ങളിവിടെ കാണുന്നതാണ് ഇതിൻ്റെ ഡിസൈൻ. ഫ്രണ്ടിൽ ഡുവൽ സെൽഫി ക്യാമറയുണ്ട്. ഇത്തിരി അർത്ഥവത്താണ് കാര്യം, അതെങ്ങനെയാണെന്നുള്ളത് ക്യാമറ സെക്ഷൻ പറയുമ്പോൾ ഞാൻ പറയാം. എന്തായാലും നല്ല സ്റ്റൈലിഷായ 90 Hz റീഫ്രഷ് റേറ്റുള്ള ഒരു LCD ഡിസ്പ്ലേ ആണ്. അപ്പം നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പും നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസൈൻ വൈസ് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റൈലിഷായ ഒരു ഡിസൈൻ തന്നെ. Type-C പോർട്ടും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസറും 3.5mm ഹെഡ്ഫോൺ ജാക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊന്നും സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു നല്ല സെറ്റപ്പ്. പിന്നെ പ്രധാനപ്പെട്ട കാര്യം Realme 6ൽ നമുക്ക് പ്ലാസ്റ്റിക് ഡിസൈൻ ആയിരുന്നു, ഇവിടേക്ക് വരുമ്പോൾ ഗ്ലാസ് ഡിസൈനാണ്. അതും Gorilla Glass 5 തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യം Realme 6ന് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു അപ്ഗ്രേഡ് അല്ലേ, 6നേക്കാൾ 6 Pro അല്ലേ ഇത്. അപ്പോൾ ആ ഒരു വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാവണം ഇവിടെ എന്തായാലും ഗ്ലാസ് ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല സ്റ്റൈലിഷായ ഡിസൈൻ. പെർഫോമൻസിൽ സ്നാപ്ഡ്രാഗണിൻ്റെ 720G Qualcommൻ്റെ സ്നാപ്ഡ്രാഗൺ 720G എന്ന് പറയുന്ന പ്രോസറാണ്. അതൊരു നല്ല പവർഫുള്ളായ പ്രോസറാണ്. 730Gയുമായിട്ട് കമ്പയർ ചെയ്താൽ അത്രയ്ക്കാണ് മുട്ടി നിൽക്കില്ലെങ്കിലും ഏറെക്കുറെ ആ റേഞ്ച് തന്നെ, ഒരേ ആർക്കിടെക്ചറൊക്കെ തന്നെയാണ്. അപ്പോൾ ആ ഒരേ പ്രോസർ തന്നെയാണ്, അത് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതിനകത്ത് നാവിക്, അതായത് നമ്മുടെ GPS, അമേരിക്കയുടെ GPS പോലെ ഇന്ത്യയുടെ സ്വന്തം നാവിഗേഷൻ സിസ്റ്റമാണ് ഈ നാവിക് എന്ന് പറയുന്നത്. അത് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അതാണ് ഈ ഒരു പ്രോസറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ നാവിക് സിസ്റ്റം ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്രോസർ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതിൻ്റെ റാം സ്റ്റോറേജ് ഒക്കെ നോക്കിയാൽ 6GB റാമും 8GB റാമും വരുന്നുണ്ട്. 6GB റാം 64GB സ്റ്റോറേജ് ഉണ്ട്, 6GB റാം 128GB സ്റ്റോറേജ് ഉണ്ട്, 8GB റാം 128GB സ്റ്റോറേജ് ഉണ്ട്. ഈ 3 സ്റ്റോറേജ് ഓപ്ഷൻ വരുന്നുണ്ട്. ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും ഉണ്ട്. 2 സിമ്മും മെമ്മറി കാർഡും ഒരുപോലെ ഉപയോഗിക്കാം. Android 10, Realme UI. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ ഒരു പവർഫുള്ളായ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ്. ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും ന്യൂനതകളും അവിടെ പറയാനില്ല. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ സംഗതി ഇത്തിരി വ്യത്യസ്തമായിട്ടാണ് ഇത്തവണ Realme ക്യാമറ സെറ്റപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത്. ക്വാഡ് ക്യാമറ തന്നെയാണ്. മെയിൻ ക്യാമറ 64 മെഗാപിക്സലിൻ്റെ സാംസങ് GW1 സെൻസർ തന്നെയാണ്, സോണി അല്ല. പക്ഷേ എങ്കിലും ഇവിടെ 12 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസ് അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സാധാരണ വരുന്ന ഒരു 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ വെക്കാറുണ്ട്. അതിന് പകരം ഇവിടെ 12 മെഗാപിക്സലിൻ്റെ ടെലിഫോട്ടോ ലെൻസാണ്. ഒപ്റ്റിക്കൽ സൂമും ഡിജിറ്റൽ സൂമും ഹൈബ്രിഡ് സൂമും ഒക്കെ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടെലിഫോട്ടോ ലെൻസ് ഇതിൻ്റെ ഭാഗമാണ്. പിന്നെ 8 മെഗാപിക്സൽ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും വരുന്നുണ്ട്. സോ ഓവറോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ക്യാമറ സെറ്റപ്പ്, നല്ല സ്റ്റെബിലൈസേഷനും കാര്യങ്ങളൊക്കെ അവർ ഇത്തവണ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. സെൽഫി ക്യാമറയാണെങ്കിൽ ഡുവൽ സെൽഫി ക്യാമറയാണ്. മെയിൻ ക്യാമറ 16 മെഗാപിക്സലിൻ്റെ സോണി IMX 471 സെൻസറാണ്. അപ്പോൾ സോണി സെൻസർ അടങ്ങിയ സെൽഫി ക്യാമറയാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ വരുന്നത് ഡെപ്ത് സെൻസർ അല്ല, പകരം 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയാണ്. അപ്പോൾ അതും ക്യാമറയുടെ ഭാഗത്തൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. സാധാരണ ഒരു ഡെപ്ത് സെൻസറാണ് വെക്കാറ്, പക്ഷേ ഇത് യൂസ്ഫുള്ളായ വൈഡ് ആംഗിൾ ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ക്യാമറയുടെ ഭാഗത്തും ഫ്രണ്ടിലും ബാക്കിലും ടെലിഫോട്ടോ ലെൻസും വൈഡ് ആംഗിൾ ക്യാമറയൊക്കെ ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ആയ നല്ലൊരു ക്യാമറ സെറ്റപ്പാണ് ഇത്തവണ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഈ ഒരു ഫോണിനെ സംബന്ധിച്ചിട്ട് വ്യത്യസ്തമായ കാര്യമാണ്. മറ്റ് ഈ റേഞ്ചിൽ മറ്റേത് ഫോണിൻ്റെ അടുത്ത് കമ്പയർ ചെയ്ത് നോക്കിയാലും ഇത്തരത്തിൽ ഇതിൽ വ്യത്യസ്തമായ ഒരു സെറ്റപ്പ് നമുക്ക് നല്ല ഒരു കാര്യം തന്നെ. എന്നാലും ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പ്. ഇതിനകത്ത് 4Kയും സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സ്റ്റെബിലൈസേഷൻ സംവിധാനമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി ചെക്ക് ചെയ്യാം. ബാറ്ററിയിലേക്ക് നോക്കിയാൽ 4300 mAh ബാറ്ററി തന്നെയാണ്. 30 വാട്ട് സൂപ്പർ വോക്ക് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് അതിൽ പ്രത്യേകിച്ച് അപ്ഗ്രേഡ് എന്നൊന്നും പറയാനില്ലെങ്കിലും അത് നല്ല സെറ്റപ്പ് തന്നെയാണ്. അതുകൊണ്ട് അതിനെ കുറച്ചും പറയാനില്ല. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നോർമലായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയ നല്ല 90 Hz റീഫ്രഷ് ആയിട്ടുള്ള നല്ല ഡിസ്പ്ലേ, അതിൻ്റെ കൂട്ടത്തിൽ നല്ല പ്രൊസസ്സറും പവർഫുള്ളായ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറയാണെങ്കിൽ ഈ റേഞ്ചിൽ ഇത്തിരി വ്യത്യസ്തമായ നല്ല യൂസ്ഫുള്ളായ ഒരു ക്യാമറ സെറ്റപ്പ്, നല്ല ബാറ്ററി. ഓവറോൾ ഈ ഒരു ഫോൺ നല്ല ഫോൺ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും. പക്ഷേ എന്തൊക്കെയോ മിസ്സാവുന്ന പോലെ നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതിയിൽ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിന്റ് സെൻസറൊക്കെ ഉണ്ട്. പക്ഷേ
ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ പ്രൈസ് റേഞ്ചിൽ XTയും X2 ഒക്കെ എടുത്താൽ സൂപ്പർ AMOLED ഡിസ്പ്ലേയുടെ ഒരു നല്ല അനുഭവം നമുക്ക് റിയൽമി ഫോണുകളിൽ കിട്ടിയിരുന്നു. പക്ഷേ ഇതിനകത്ത് അത് മിസ്സിംഗ് ആണ്. അപ്പോൾ അതൊരു ചെറിയ നെഗറ്റീവായിട്ട് നമുക്ക് ചെറുതല്ല, പലർക്കും ഇതൊരു സീരിയസ് ആയ നെഗറ്റീവ് തന്നെയാണ്. കാരണം ഇതേ ഡിസ്പ്ലേയും ഇതേ സെറ്റപ്പ് ഒക്കെ ആണെങ്കിൽ റിയൽമി 6 അവിടെ ഉണ്ടല്ലോ, പിന്നെ 6 പ്രോയുടെ ആവശ്യമില്ല. അങ്ങനെ അത് ശരിയല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? 6ൽ LCD 90Hz റിഫ്രഷ് റേറ്റ് വെച്ചപ്പോൾ ഈ 6 പ്രോയിലേക്ക് വന്നപ്പോൾ AMOLED ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഇത്തിരി വ്യത്യസ്തമായ, അല്ലെങ്കിൽ ഈ ഒരു വേറെ ഫോൺ എന്ന രീതിയിൽ നോക്കുമ്പോൾ നമുക്ക്, അല്ലെങ്കിൽ 6 പ്രോ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരു നല്ല ഓപ്ഷനായിട്ട് തോന്നിയത്. ആ ഒരു സംഗതി ഇല്ലാത്തത് കൊണ്ട് മാത്രം മറ്റനേകം ഫോണുകൾ, പോക്കോ X2 ആവട്ടെ, റിയൽമി XT ആവട്ടെ, റിയൽമി X2 ആവട്ടെ, അതേപോലത്തെ ഒരു ഫോൺ എന്നല്ലാതെ അതിനേക്ക് വെച്ച് വ്യത്യസ്തമായിട്ടൊരു പവർഫുൾ ഫോണെന്നൊന്നും പറയാനായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതാണ് എനിക്ക് ഈ ഫോണിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ. പിന്നെ എൻ്റെ ഈ ഒരു ഒപ്പീനിയൻ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ചുകൊണ്ടുള്ളതാണ്. ഫോൺ 13-ാം തീയതിയാണ് സെയിൽ ആരംഭിക്കാൻ പോകുന്നത്. ഫ്ലിപ്കാർട്ടിലും realme.com-ലും നിങ്ങൾക്ക് വാങ്ങിക്കാം. സ്റ്റോറുകളിൽ റിയൽമി 6 നമുക്ക് ഉടനെ തന്നെ കിട്ടുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ ഒപ്പം 11-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാം. പക്ഷേ 6 പ്രോ അടുത്ത് തന്നെ വരും. പക്ഷേ സൈമൾട്ടേനിയസ്ലി ഇതിൻ്റെ ഒപ്പം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും 13-ാം തീയതി ലഭ്യമാകുമ്പോൾ അതേസമയം സ്റ്റോറുകളിൽ കിട്ടില്ലെങ്കിലും താമസിയാതെ തന്നെ സ്റ്റോറുകളിലും അവൈലബിൾ ആകുമെന്നാണ് അതിൻ്റെ CEO മാധവ് സെത്ത് പറഞ്ഞിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയും, 6ഓ 6 പ്രോയോ ഏത് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത് Redmi Note 9 വരുന്നുണ്ട്. ഒരുപാട് സീരിയസ് ആയ റൂമേഴ്സാണ് അതിൻ്റെ ഒപ്പം കേൾക്കുന്നത്. അതിൻ്റെ ബെഞ്ച് മാർക്ക് സ്കോറുകളൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊരു 5G ഫോൺ ആയിരിക്കും എന്ന് വരെ കേൾക്കുന്നുണ്ട്. ഡയമൻസിറ്റി എന്ന് പറയുന്ന MediaTek പ്രോസസർ വെച്ചുകൊണ്ട് വരുന്ന ഒരു 5G ഫോൺ ആയിരിക്കും Redmi Note 9 എന്നൊക്കെയാണ് ഇപ്പോൾ ധാരാളമായിട്ട് പറഞ്ഞു കേൾക്കുന്നത്. ഒഫീഷ്യലായിട്ടുള്ള കാര്യമല്ല, പക്ഷേ ഇങ്ങനെ കേൾക്കുന്നു. ചാൻസ് ഉണ്ട്, ചാൻസ് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം റിയൽമി ഒരുപാട് സമയമായി ഇപ്പോൾ റെഡ്മി എന്തിറക്കിയാലും അതെയൊക്കെ കവർ ചെയ്ത് നിൽക്കുന്ന ഒരു സെറ്റപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അതിന് മേലേക്ക് ഒരു സംഭവം ഇറക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ 5G ഡയമൻസിറ്റിയോ അല്ലെങ്കിൽ ഇപ്പോൾ സ്നാപ്ഡ്രാഗൺ 765G ഒക്കെ വെച്ചുകൊണ്ട് ഒരു 5G ഫോൺ ഒരു 10,000 രൂപയ്ക്ക് അല്ലെങ്കിൽ ഒരു 16-17 രൂപയ്ക്ക് ഇറക്കിയാൽ പോലും ഇവിടെയുള്ള മറ്റെല്ലാ ഫോണുകളെക്കാളും നല്ലൊരു ഓപ്ഷനായിട്ട് ഈ പറയുന്ന Redmi Note 9 Pro മാറാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതെങ്ങനെയായിരിക്കും എന്നറിയില്ല. എങ്കിലും ഇങ്ങനെ ധാരാളം റൂമേഴ്സ് കേൾക്കുന്നു. ഒരു 5G ആവാനുള്ള സാധ്യതയൊക്കെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും മൈൻഡിൽ വെക്കുക, ആരും തിരക്ക് പിടിച്ച് ഫോണിൽ എടുക്കാൻ നിൽക്കേണ്ടായി. 12-ാം തീയതി ഒന്ന് കഴിഞ്ഞോട്ടെ, Redmi Note 9 Pro ഒക്കെ ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് എടുക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വീഡിയോ താഴെ ഷെയർ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.